ഇത് ടോപ്പിന്റെ വണ്ടിയാണ്. ഇതിൽ ടർബോ അല്ലാന്ന് മാത്രം. ടർബോ അല്ല, നോണില് ടോപ്പ് ഉണ്ട് അല്ല. ഏകദേശം 11.5 ലക്ഷം രൂപ അന്ന് വിലയുള്ള വണ്ടി. 11.5 ലക്ഷം വില ഉണ്ട് അല്ലേ. 23 എന്ന് പറയുമ്പോൾ വാറണ്ടി 26. അതെ, നല്ല സീറ്റ് കവർ അഡീഷൻ ചെയ്തിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പാ? സിംഗിൾ ഓണർഷിപ്പ്. 32,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 21 നോർമൽ ഓട്ടം കുറവാണ്. ഓക്കെ, ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. 2022 മോഡല്. ആകെ 27,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സെയിം ഓട്ടോ. ആ വണ്ടിയും അതേപോലെ തന്നെ ഓടിയിട്ടുള്ളൂ. സെയിം ഓട്ടോ അല്ലേ? നല്ല ടയേഴ്സ് ഉണ്ട് കേട്ടോ, പുതിയ ടയേഴ്സ് ആണ്. ഫുൾ സർവീസ് കമ്പനിയാ? ഫുൾ കമ്പനി സർവീസ്. ഈ ലാസ്റ്റ് ഒരു ഓയിലും ഫിൽറ്ററും പുറത്തുനിന്ന് മാറിയിട്ടുണ്ട്. അതിന്റെ ബില്ല് അയാൾ തന്നിട്ടുണ്ട്. ഇത് ക്യാപ്റ്റന്റെ വണ്ടിയാണ്, ക്യാപ്റ്റന്റെ പേരിലുള്ള വണ്ടിയാണ്. ഷിപ്പില് അല്ല? അതെ, ഫ്ലൈറ്റോ? ഷിപ്പിൽ. എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും ഓണാശംസകൾ. ഹുസൈൻ ഖാന്റെ കൂടെയാണ് നമ്മൾ. അപ്പോൾ എല്ലാവരും ഉത്രാടപ്പാച്ചൽ കഴിഞ്ഞിട്ട് നാളെ തിരുവോണത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കുകയാണ് അല്ലേ? ഓക്കെ, അപ്പോൾ ഹുസൈൻ ഖാന്റെ നല്ലൊരു അടിപൊളി സ്റ്റോക്ക് നിങ്ങളെ ഇത് പരിചയപ്പെടുത്തണം. വണ്ടികൾ വന്നിട്ടുണ്ട് ഇപ്പോൾ. വണ്ടികൾ ഓട്ടോമാറ്റിക്, പിന്നെ XUV, സെഡാന്, എല്ലാ സെഗ്മെന്റും ഉണ്ട്. മാരുതി ലക്ഷം കുറവാന്ന് മാത്രം. ഓക്കെ, മാരുതി സ്വിഫ്റ്റ് ഉണ്ട് ഇവിടെ തന്നെ. ഓക്കെ, അപ്പോൾ ബ്രോസ്കാസ് ആണ് ലൊക്കേഷൻ വരുന്നത്. ഗുരുവായൂർ മമ്മിയൂർ, അതായത് ഗുരുവായൂർ കുന്നംകുളം റൂട്ടിൽ മമ്മിയൂർ, ലിറ്റിൽ ഫ്ലവർ കോളേജ്, അതിൻ്റെ ഓപ്പോസിറ്റ് ഇന്ത്യൻ ഓയിൽ പമ്പ്, അതിൻ്റെ സൈഡിലായിട്ട് തന്നെയാണ് ഷോറൂം ലൊക്കേഷൻ. കോൺടാക്ട് ഡീറ്റെയിൽ നമ്മൾ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ. നമുക്ക് മാക്സിമം ലോൺ കിട്ടുന്ന വണ്ടികൾ തന്നെയല്ല അധികം ഉള്ളത്? അതെ, നമുക്ക് ലാസ്റ്റ് റേറ്റിൽ കൊടുക്കുകയും ചെയ്യാം. ലാസ്റ്റ് റേറ്റിൽ ലാസ്റ്റ് റേറ്റിൽ കൊടുക്കാം. ഓക്കെ, ഓണം സ്പെഷ്യൽ ആയിക്കാണ് അല്ലേ? ഓക്കെ, എന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നേരെ വീഡിയോയിലോട്ട് പോകാം അല്ലേ? ഓക്കെ, ആദ്യ വാഹനം ഒരു അടിപൊളി സെഡാൻ കാറ്റഗറിയാണ്. റെനോ ഫ്ലുവൻസ് ആണ്. KL 46 ഗുരുവായൂർ രജിസ്ട്രേഷൻ വണ്ടി. ഇത് ഒറിജിനൽ കേരള തന്നെയാ? ഒറിജിനൽ കേരള വണ്ടി. സിംഗിൾ ഓണർഷിപ്പ്. ആകെ 63,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഏതാ മോഡൽ? 2012 ലാസ്റ്റ് വണ്ടി. 12 ഡിസംബർ വണ്ടിയാണ്. ഈ വണ്ടി ഇപ്പം നിർത്തിയിട്ട് കുറേ കാലമായി. പക്ഷേ ഇതിൻ്റെ ഷേപ്പ് എന്ന് വെച്ചാൽ റാഡാർ ലുക്കാണ്. നല്ല ഒരു വലിയ വണ്ടിയാണ്. ഇപ്പോൾ ആള് എടുക്കുമ്പോൾ 18,20,000 രൂപക്ക് എടുത്ത വണ്ടിയാണ്. 18-20 അന്ന് വില ഉണ്ടായിരുന്നു. 2012 ലാസ്റ്റിൽ അല്ലേ? 13 ലാസ്റ്റാ? 12 ലാസ്റ്റിൽ. ഓക്കെ, ഇത് ഓപ്ഷൻ ഏതെങ്കിലും ടോപ്പ് എൻഡ് ആണോ? ഇത് അന്നത്തെ ടോപ്പ് എൻഡ് വണ്ടി. അന്നത്തെ ടോപ്പ് എൻഡ് ആണ്. ഡീസലല്ലേ? ഡീസൽ. മൈലേജ് കിട്ടുമോ? ഏകദേശം 17-18 മൈലേജ്. ഒരു സണ്ണിൻ്റെ സ്കേല ആ ലെവലിൽ മൈലേജ് ഉണ്ട് അല്ലേ? ഓക്കെ, സ്കേലേൻ്റെ മുകളിൽ വരുന്ന കാറ്റഗറിയാണ്. 1500 cc വണ്ടി. 1500 cc. ഓക്കെ, നല്ല ടയേഴ്സ് ഉണ്ട് കേട്ടോ, പുതിയ ടയേഴ്സ് ആണ്. ഫുൾ സർവീസ് കമ്പനിയാ? ഫുൾ കമ്പനി സർവീസ്. ഈ ലാസ്റ്റ് ഒരു ഓയിലും ഫിൽറ്ററും പുറത്തുനിന്ന് മാറിയിട്ടുണ്ട്. അതിന്റെ ബില്ല് അയാൾ തന്നിട്ടുണ്ട്. ഇത് ക്യാപ്റ്റന്റെ വണ്ടിയാണ്, ക്യാപ്റ്റന്റെ പേരിലുള്ള വണ്ടിയാണ്. ഷിപ്പില് അല്ല? അതെ, ഫ്ലൈറ്റോ? ഷിപ്പിൽ ക്യാപ്റ്റനാണ്. ഓക്കെ, അപ്പോൾ ആള് സിംഗിൾ ഓണർ യൂസ് തന്നെ കൊണ്ടു നടന്ന വണ്ടി. പ്രോപ്പർ സർവീസ് ഉണ്ട് അല്ലേ? ഹിസ്റ്ററി എടുക്കാം. ഇപ്പോൾ സർവീസ് പുറത്തുനിന്ന് ചെയ്തിട്ടുണ്ട്. അതിന്റെ ബില്ലും കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷോറൂമിൽ നിന്ന് ഒന്നുകൂടി ചെയ്യാനും. ഇതിൽ സാധാരണ മേജർ എത്രയല്ല വരിക? റിനോവൽ 1 lakh എന്നല്ലേ? 1 lakh തന്നെയാ? ഓക്കെ, ചില ഡസ്റ്ററിലൊക്കെ 60 കേൾക്കാറുണ്ട്, അതാ ചോദിച്ചത്. അത് മേജർ ആവില്ല, കുറെ സാധനങ്ങൾ അതിൽ മാറും. ഓക്കെ, അപ്പോൾ എന്തായാലും നോക്കാം. മൈലേജ് ഉള്ള ഒരു റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, റീപ്ലേസ്മെന്റ്. ക്ലീൻ വണ്ടി. അന്ന് 18 ലക്ഷത്തിന്റെ വണ്ടിയാണ്. ഇപ്പൊ 18,20,000 രൂപ അയാൾ കൊടുത്ത് ക്യാഷ് കൊടുത്ത് വാങ്ങിച്ച വണ്ടിയാണ്. ഇത് നമുക്ക് 2,90,000 രൂപ കൊടുക്കാം. 2,90,000 2012 ലാസ്റ്റ് ഡിസംബർ മാസം. ഒറിജിനൽ കേരള ഫ്ലുവൻസ് ആണ്. നല്ല മൈലേജ് ഉള്ളൊരു വണ്ടി. ഒരു ക്ലെയിമും ഇല്ല, കമ്പനി സർവീസും ഉണ്ട്. ഓക്കെ, ടയേഴ്സ് കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഇപ്പോൾ ഒന്നും ചെയ്യാനില്ല അല്ലേ? എടുത്താൽ ഓയിൽ സർവീസ് ചെയ്യുക, ഓടിക്കുക. അടുത്ത വണ്ടിയിലേക്ക് ഇതിൽ ലോൺ ചാൻസ് ഉണ്ടോ? ഇല്ല, ലോണില്ല, ചാൻസ് ഇല്ല. അടുത്ത വണ്ടിയിലേക്ക് ഇനി ഒരു 1 ലിറ്റർ കോമ്പാക്ട് SUV ആണ്. നിസാൻ മാഗ്നൈറ്റ് KL 46 രജിസ്ട്രേഷൻ വാഹനമാണ്. ഇതെങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2023 മാഗ്നൈറ്റ് XV ടോപ്പിന്റെ തൊട്ട് താഴെ അല്ല? അല്ല, ഇതില് ടോപ്പിന്റെ ഇറങ്ങിയതാ. പ്രീമിയം വരില്ല അല്ല? ഇല്ല, ഇത് ടോപ്പിന്റെ വണ്ടിയാണ്. ഇതില് ടർബോ അല്ലാന്ന് മാത്രം. ടർബോ അല്ല, നോണില് ടോപ്പ് ഉണ്ട് അല്ല? ഏകദേശം 11.5 ലക്ഷം രൂപ അന്ന് വിലയുള്ള വണ്ടി. 11.5 ലക്ഷം വില ഉണ്ട് അല്ലേ? 23 എന്ന് പറയുമ്പോൾ വാറണ്ടി 26 അതെ എന്തായാലും ഉണ്ടാവില്ല. 26 3 വർഷം ഉണ്ടാവും. 26 8 മാസം, അതായത് 6 മാസം. 26 6 മാസം വരെ കമ്പനി വാറണ്ടിയിലേക്കാണ്. കിലോമീറ്റർ എത്രയായി? 49,000. നോൺ ടർബോ ആണ്. ടർബോൻ്റെ ആ ഒരു വരിച്ചൽ കിട്ടൂല പെട്ടെന്നുള്ള, പക്ഷെ മൈലേജ് ഉണ്ടാവും അല്ലേ? ഒരു 14-17 റേഞ്ചൊക്കെ മൈലേജ് കിട്ടുമായിരിക്കും അല്ലേ? ഓക്കെ, മാനുവൽ വണ്ടി. എത്ര കൊടുക്കാം ഇത്? നമുക്ക് ലാസ്റ്റ് ഒരു 6.5 കൊടുക്കാം. സിംഗിൾ ഓണർഷിപ്പ് അല്ലേ? സിംഗിൾ ഓണർഷിപ്പ്. 6,50,000 രൂപയ്ക്ക് 2023 മാഗ്നൈറ്റ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഓക്കെ, ഞാൻ 21 വണ്ടി കൊടുത്ത റേറ്റിന് കേട്ടോ. നമുക്ക് അങ്ങനെ കിട്ടിയ കാരണം അങ്ങനെ കൊടുക്കുന്നു മാത്രം. ഓക്കെ, 6.5 ലക്ഷത്തിന്. അപ്പോൾ താല്പര്യം എന്തായാലും വിളിച്ചോളൂ. ഫുൾ ലോൺ കയറോ?
ഏകദേശം കയറും. വീണ്ടും മാഗ്നൈറ്റ് തന്നെ KL 46 ഗുരുവായൂർ രജിസ്ട്രേഷൻ, ഒരു വൈറ്റ് കളറാണ്. ഇതെങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2021 10 മാസം വണ്ടി. 21 അല്ലേ, 10 മാസം. ഓക്കെ. എക്സൽ മിഡിൽ ഓപ്ഷൻ അല്ലേ? പുഷ്പട്ടം വരുള്ളല്ലോ? ഇല്ല, പുഷ്പട്ടം ഉണ്ടാവില്ല. അലോയ്സും ഉണ്ടാവില്ല അല്ലേ? ഉണ്ടാവില്ല. ബാക്കി എല്ലാ ഫീച്ചേഴ്സും പവറിന്റെ ബാക്ക് വൈപ്പറൊക്കെ ഉണ്ടാവും. ഓക്കെ. നല്ല സീറ്റ് കവർ അഡീഷൻ ചെയ്തിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പാ? സിംഗിൾ ഓണർഷിപ്പ് 32,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 21 നോർമൽ ഓട്ടം കുറവാണ്. ഓക്കെ. ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. എത്ര കൊടുക്കാം? നമുക്കൊരു 5,40 കൊടുക്കാം. 5,40,000. 2021 10 മാസം സിംഗിൾ ഓണർഷിപ്പ്. ഇത് ടർബോ? ഇത് ടർബോ അല്ല, നോർമൽ. നോൺ ടർബോ ആണ് അല്ലേ? ഓക്കെ. എക്സൽ മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ്. എക്സലിൽ ടർബോ വരുന്നില്ലാന്ന് തോന്നുന്നു അല്ലേ? അതെ. ഓക്കെ. അപ്പോൾ 5,40,000 ലോൺ ഒരു 5 lakhs കയറും എന്തായാലും കയറും അല്ലേ? അടുത്തത് ഒരു 7 സീറ്റർ സെഗ്മെന്റ് ആണ്. KL 46 എന്ന രജിസ്ട്രേഷൻ, മഹീന്ദ്ര മറാസോ ആണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഒരു 2019 നവംബർ വണ്ടി. ഓക്കെ. 54,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. M2 എന്ന ഓപ്ഷനാണ്. M2 ബേസ് അല്ലേ? ബേസ്. അതിൽ നല്ല ടച്ച് സ്ക്രീൻ ചെയ്തിട്ടുണ്ട്. KLR കുറെ വർക്ക് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. 10,80,000 രൂപയുടെ ചെയ്തിട്ടുണ്ട്. 19 നോർമൽ ഓട്ടം, ഒരു ഡീസൽ വണ്ടിയാണ്. 7 സീറ്റർ. ഒരു 10-12 മൈലേജ് കിട്ടും. 12 അല്ല, ആവറേജ് ഇപ്പൊ 14 കാണിക്കുന്നുണ്ട്. 14. അത്യാവശ്യം മൈലേജ് 15 മൈലേജ് ഉണ്ടാവും. 1.5 അല്ലേ ഇതുവരെ? 1.5 ആണ് CC വരുന്നത്. അപ്പോൾ അത്യാവശ്യം മൈലേജ് കിട്ടുന്നൊരു 7 സീറ്റർ ആണ്. എന്നിട്ടും അത്രയും ഓടിയിട്ടുള്ളൂ. 19 മോഡല്. സിംഗിൾ ഓണർഷിപ്പാ? സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ. ക്ലെയിമോ കാര്യങ്ങളോ? ഒന്നുമില്ല. M2 പവർ വിൻഡോസ് കാര്യങ്ങളൊക്കെ വരും. എല്ലാം ഉണ്ട്. എത്ര കൊടുക്കാത്? നമുക്ക് ലാസ്റ്റ് 7,90 കൊടുക്കാം. 7,90,000 രൂപയ്ക്ക് ഒരു മറാസോ 2019 മോഡല്, 52,000 കിലോമീറ്റർ അല്ലേ? 52,000 കിലോമീറ്റർ. വണ്ടി ഇല്ല. സിംഗിൾ ഓണർഷിപ്പ് അല്ലേ? സിംഗിൾ ഏകദേശം റേറ്റ് പറയുന്നുണ്ട്. ഓക്കെ. അത്രയും ഓട്ടോ കുറവാണ്. ഓരോ വണ്ടിയുടെ മാർക്കറ്റ് അതാണ്. ഓക്കെ. അപ്പോൾ താല്പര്യം എന്തായാലും വിളിച്ചോളൂ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് ഒരു പ്രീമിയം ഹാച്ച് ബാക്ക് സെഗ്മെന്റ് ഹോണ്ട ജാസ് ആണ്. ഇതും KL 46 വണ്ടി തന്നെയാണ്. ഫുൾ 46. നമ്മളെ ഈ ഏരിയ 46 കൂടുതലല്ലേ? പിന്നെ കൂടുതൽ ഇവിടെ നമ്മൾ തന്നെ ഉള്ള ഷോറൂം അധികം. പിന്നെ ഒരു 5-6 കിലോമീറ്റർ പോകണം. അപ്പോൾ കൂടുതൽ ഇവിടെ തന്നെ കിട്ടും. അവിടെ കിട്ടും. ഇതൊക്കെ ഡീറ്റെയിൽ? ഇത് 2016-17 വണ്ടി. 16 മോഡൽ അല്ല, സോറി, 17-18 വണ്ടി. 17-18 രജിസ്ട്രേഷൻ വരുന്ന വണ്ടി. ഓക്കെ. എങ്ങനെയാ ബാക്കി? 75,000 കിലോമീറ്റർ ഓട്ടം. ഓട്ടോമാറ്റിക് ആണ്. V ഓപ്ഷൻ. സിംഗിൾ ഓൺഷിപ്പ്. ടോപ്പിന്റെ തൊട്ട് താഴെ ഓപ്ഷൻ വരുന്ന വണ്ടിയാണ്. സിംഗിൾ ഓൺഷിപ്പ് അല്ല? സിംഗിൾ ഓൺഷിപ്പ്. ഓക്കെ. ടോപ്പിലേക്ക് പോകുമ്പോൾ കാര്യമായിട്ടുള്ള മാറ്റമൊന്നും ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? VX-ലേക്ക് പോകുമ്പോൾ വേറെ ടച്ച് സ്ക്രീന് എല്ലാം വരുന്നുണ്ടല്ലേ? ഓക്കെ. CVT ആണ്. പെർഫോമൻസ് കിട്ടുന്ന ഒരു ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഓക്കെ. മൈലേജും ഒരു 11-13 റേഞ്ച് ഒക്കെ കിട്ടും ഏകദേശം. ഓക്കെ. എത്ര കൊടുക്കാം നമുക്കിത്? ഇത് നമുക്ക് ഇതൊക്കെ ലാസ്റ്റ് റേറ്റ് ആണ്. ഞങ്ങള് അയച്ചു കൊടുക്കുമ്പോൾ ചിലപ്പോൾ വേറെ റേറ്റ് ആവും. നമ്മൾ ഈ പറയുന്ന റേറ്റ് തന്നെയാണ് വണ്ടി പറയുന്ന ലാസ്റ്റ് ആക്കിയിട്ട് പറയുന്നതാണ്. ഇവർ OLX ഇട്ടാലും വേറെ എന്ത് പ്ലാറ്റ്ഫോം കണ്ടാലും ഈ വണ്ടീന്റെ വില കൂട്ടിയിട്ട് ഇടുക. കാരണം നെഗോസിയേഷൻ പ്രതീക്ഷിച്ചിട്ട് കൂട്ടിയിട്ട് ഇടുന്നതാണ് അല്ലേ? അപ്പോൾ ഇത് ലാസ്റ്റ് റേറ്റ് ആണ് പറയുന്നത്. നമ്മളിപ്പോൾ 16 വണ്ടി കൊടുത്തത് 6.5 ലക്ഷം രൂപ. 16 കൊടുത്തത് V ഓട്ടോമാറ്റിക് കൊടുത്തത് 16 ലക്ഷത്തിന്. നമുക്ക് ഇത് 5,90 കൊടുക്കാം. ഇത് 5,90. എന്തുകൊണ്ട് ഓൺ ഓഫർ ആയിട്ടാ? ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഇല്ല, എല്ലാ വണ്ടികളും അങ്ങനെ തന്നെയാണ്. ഓക്കെ. നല്ല വണ്ടിയാണ്. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ചെക്ക് ചെയ്തിട്ട് എടുക്കാം. ഒരു കംപ്ലൈന്റും ഉണ്ടാവില്ല. വില കുറച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. ലോൺ ഫുൾ ലോൺ കിട്ടും. നല്ല പ്രൊഫൈലൊക്കെ ഉള്ള കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് ഫുൾ ലോൺ കൊടുക്കും. ഈ കിലോമീറ്റർ എത്രയാ പറഞ്ഞത്? 75,000. 17 മോഡൽ, 18 രജിസ്ട്രേഷൻ, V ഓപ്ഷൻ, ഓട്ടോമാറ്റിക് ജാസ്. 5,90 കൊണ്ടുപോകാം. ഓക്കെ. അപ്പോൾ താല്പര്യം പെട്ടെന്ന് വിളിക്കാം. അങ്ങനെ KL 46 മാറി KL 8ലേക്ക് എത്തിയിരിക്കുകയാണ്. വീണ്ടും സെയിം ഷേപ്പ് ജാസ് തന്നെയാണ് അല്ലേ? ഏതാ? സെയിം മോഡലാ? സെയിം മോഡൽ. 2017 ഓട്ടോമാറ്റിക്. 18 രജിസ്ട്രേഷൻ ഇല്ല? ഇല്ല, 17 മോഡലാണ്. ഓക്കെ. ഓട്ടോമാറ്റിക് 80 ഓട്ടം. റീപ്ലേസും കാര്യങ്ങളില്ല. V തന്നെ ഓപ്ഷൻ? V ഓപ്ഷൻ. സെയിം റേറ്റ് തന്നെയാണ്? സെയിം റേറ്റ് ആണ്. 5,90 കൊണ്ടുപോകാം അല്ലേ? അതെ. സിംഗിൾ ഓൺഷിപ്പ്. വലിയ മാറ്റം ഇല്ലാണ്ട് വരും. അത് രജിസ്ട്രേഷൻ 18 വന്നിട്ടുണ്ട്. പിന്നെ 75 ഓടിയിട്ടുള്ളൂ. ഇത് 80 ഓടി. രജിസ്ട്രേഷൻ 17 തന്നെയാണ്. ഓക്കെ. അതേ മാറ്റമുള്ളൂ. ഓക്കെ. ഇതിൽ വേറൊരു ടൈപ്പ് സീറ്റ് കവറാണ്. കളർ ചേഞ്ച് വന്നിട്ടുണ്ട്. ടയേഴ്സും വലിയ കുഴപ്പമില്ല അല്ലേ? പുറകിൽ ആവറേജ് ഉള്ളൂ. ഓക്കെ. അപ്പോൾ 5,90 ഈ ഒരു ഓട്ടോമാറ്റിക് ജാസും കൊണ്ടുപോകാം CVT. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ വിളിച്ചോളൂ. ലോൺ എത്ര കയറും രണ്ടിലും? ഏകദേശം ഞാൻ പറഞ്ഞല്ലോ, ഫുൾ ലോൺ കിട്ടാൻ സാധ്യതയുണ്ട്. നല്ല പ്രൊഫൈലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. അടുത്ത വണ്ടി. അടുത്തത് ഒരു കോമ്പാക്ട് സെഡാൻ കാറ്റഗറി ഹോണ്ട അമേസ് ആണ്. KL 45. ഇരിങ്ങാലക്കുട അല്ലേ? ഇരിങ്ങാലക്കുട രജിസ്ട്രേഷൻ ആണ്. അമേസിന്റെ 4th ജനറേഷൻ. ഇപ്പോഴത്തെ തൊട്ട് മുന്നത്തെ ഷേപ്പാണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2023 വണ്ടി. 17,000 കിലോമീറ്റർ ഓടിയ VX ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി. 2 വർഷം കൊണ്ടല്ല? 17,000 നോർമൽ ഓട്ടോ പോയിട്ടുള്ളൂ. ഏറ്റവും ടോപ്പ് എൻഡ്. എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. പ്രൊജക്ടർ ഹെഡ് ലാമ്പ്,
പുഷ് ബട്ടൺ, അലോയ്സ്, ഡിഫോഗർ ലൈൻസ്, എല്ലാം ഉണ്ടാവും. ടച്ച് സ്ക്രീന്, എയർ ബാഗ്, എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനമാണ്. ഏകദേശം 11 സംതിങ്ങിന്റെ വണ്ടി. അന്ന് ഇറങ്ങുമ്പോൾ മാനുവൽ വണ്ടിയാണ്, മാനുവൽ ഡ്രൈവ്. ഓക്കെ. ഓണർഷിപ്പ് സിംഗിൾ തന്നെ? സിംഗിൾ ഓണർഷിപ്പ്. എത്ര സർവീസ് എല്ലാം പ്രോപ്പറാ? ഇനി 20 സർവീസ് ഉണ്ട്. 20 ചെയ്താൽ മതി അല്ല? ഇപ്പോൾ 17 ഇനി 20 ചെയ്യണം. 3000 കിലോമീറ്റർ കഴിഞ്ഞാൽ സർവീസ് ചെയ്യണം. ഓക്കെ. ഒരു ക്ലെയിമില്ല? ഒന്നുമില്ല. ഓക്കെ. എത്ര ഇനിയിപ്പോൾ ചോദിക്കും? ലാസ്റ്റ് നമുക്കൊരു 790 കൊടുക്കാം. 7,90,000 രൂപയ്ക്ക് ഏറ്റവും ടോപ്പ് ആൻഡ് അമേസ് 2023 വെറും 17,000 കിലോമീറ്റർ ഓടിയ വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഒരു ക്ലെയിമില്ല. ഫുൾ സർവീസ് ഉണ്ട്. മൈലേജ് ഒരു 13-16 റേഞ്ച് ഏകദേശം മൈലേജ് കിട്ടും. ഏകദേശം ലാസ്റ്റ് റേറ്റ് ആണ്. നമ്മൾ അയച്ചു കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഇതിലും കൂടുതലായിരിക്കും. പക്ഷേ വീഡിയോയിൽ പറഞ്ഞ ഏറ്റവും ലാസ്റ്റ് റേറ്റ് ആട്ടോ. അയച്ചു കൊടുക്കുമ്പോൾ എന്ന് വെച്ചാൽ OLX ഇതിൻ്റെ അകത്തൊക്കെ ഇടുമ്പോൾ എന്ന് വെച്ചാൽ ആർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അല്ല, കസ്റ്റമർ ഫോട്ടോ അയക്കാൻ പറയും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലും കൂടിയിട്ട് അയച്ചു കൊടുക്കുക. അപ്പോൾ ആ റേറ്റ് അതിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമ്മൾ വീഡിയോയിൽ പറഞ്ഞ ലാസ്റ്റ് റേറ്റ് ആണ്. ഓക്കെ. ഈ റേറ്റിന് നിങ്ങൾക്ക് കിട്ടും. അതെ. ഓക്കെ. അവർ അയച്ചു കൊടുക്കുന്ന റേറ്റ് അല്ല, ഈ റേറ്റിന് നിങ്ങൾക്ക് സാധനം കിട്ടും. ഓക്കെ. അടുത്ത വണ്ടി. അടുത്തതാ നമ്മൾ സ്വിഫ്റ്റിലേക്ക് എത്തി. പഴയ ഷേപ്പാണ്. സ്വിഫ്റ്റിൻ്റെ ഒരു കോട്ടയായിരുന്നു അത്. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോ ആയിട്ട് കുറവാണ് അല്ലേ? കുറവാണ്. ഓക്കെ. KL 54 പൊന്നാനിയാ? 54 KL 54 പൊന്നാനി രജിസ്ട്രേഷൻ. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2015 ഫുൾ ഓപ്ഷൻ ZXi. ഓക്കെ. പെട്രോൾ ആണ്, ടോപ്പ് എൻഡ്. സെക്കൻഡ് ഓണർഷിപ്പ്. ഒരു വീട്ടിൽ തന്നെ 2 പേരിൽ ആയിട്ടുള്ളതാണ് ഫാമിലിയിൽ. ഓക്കെ. ഫാമിലി തന്നെ മതി. വേറെ റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല. കിലോമീറ്റർ 80,000 ഓടിയ 2015 ZXi സെക്കൻഡ് ഓണർഷിപ്പ് സ്വിഫ്റ്റ്. പെട്രോൾ ആണ്. ഒരു 13-16 റേഞ്ച് മൈലേജ് കിട്ടും. ഓക്കെ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓക്കെ. വണ്ടി നീട്ടി തന്നെ അല്ലേ കൊണ്ടുവരുന്നത്? അതെ. ഓക്കെ. ടയേഴ്സും കുഴപ്പമില്ലാത്ത ടയേഴ്സ് ഉണ്ട്. 70 above ഉണ്ട്. എത്ര ഇപ്പോൾ ചോദിക്കും? ലാസ്റ്റ് ഒരു 4 കൊടുക്കാം. 4,50,000 രൂപയ്ക്ക് ZXi 2015 സ്വിഫ്റ്റ് 80,000 കിലോമീറ്റർ ഓടിയ വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഏകദേശം 4 ലക്ഷം രൂപ നമുക്ക് ലോൺ കൊടുക്കാം. അടുത്ത കോമ്പാക്ട് SUV സെഗ്മെന്റ് ആണ് ഹ്യുണ്ടായി വെന്യൂ KL 46 രജിസ്ട്രേഷൻ. ഗുരുവായൂർ വണ്ടിയാണ്. ഇപ്പോൾ വന്ന് കയറിയുള്ളൂ വണ്ടി. ഇപ്പോൾ കയറിയുള്ളൂ അല്ലേ? അതാണ് മൊത്തത്തിലൊന്ന് പൊടി പിടിച്ച് നടക്കുന്നത്. ഓക്കെ. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2022 വണ്ടി. 27,000 കിലോമീറ്റർ ഓടിയ IMT. ഓക്കെ. ഇന്റലിജന്റ് മാനുവൽ ട്രാൻസ്മിഷൻ, ക്ലച്ച് ഇല്ലാണ്ട് ഗിയർ മാറ്റാൻ പറ്റിയ വണ്ടിയാണ്. ഓഫായി പോകുന്ന പ്രശ്നമൊന്നുമില്ല. ഓക്കെ. ബാക്കി 27,000 കിലോമീറ്റർ ഓടിയുള്ള 6 എയർ ബാഗ് വരുന്ന ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി. ഏറ്റവും ടോപ്പ് എൻഡ് അല്ലേ? ഓക്കെ. ടർബോ. അതെ. ടർബോ ആണ്. മൈലേജ് ഒരു IMT അല്ല പറഞ്ഞത്. അപ്പോൾ ഒരു 13-16 റേഞ്ച് ഏകദേശം കിട്ടും. ഓക്കെ. ക്ലെയിം ഒന്നുമില്ല. വാറണ്ടി ഇപ്പോൾ കഴിഞ്ഞോ? വാറണ്ടി കഴിഞ്ഞിട്ടുണ്ടാവും. 23 ഇല്ല, ഒരു 6 മാസം ഉണ്ടാവും. 23 അല്ലല്ലേ? ശരിയാ. ഓക്കെ. സോറി 22 ആണ് കേട്ടോ. കഴിഞ്ഞിട്ടുണ്ടാവും. നമുക്ക് നോക്കി നോക്കാം. ഏതാ മാസം നോക്കാം. ചിലപ്പോൾ ലാസ്റ്റ് മാസം ലാസ്റ്റൊക്കെയാണ് ചിലപ്പോൾ ബാലൻസ് ഉണ്ടാവും വാറണ്ടി. നിങ്ങൾ എന്തായാലും വിളിച്ചു നോക്കോളൂ. ഓക്കെ. എത്ര കൊടുക്കാം നമുക്കിത്? നമുക്ക് ലാസ്റ്റ് റേറ്റ് പറഞ്ഞാൽ മതില്ലേ? ലാസ്റ്റ് പറഞ്ഞാൽ 8,90,000 കൊടുക്കാം. 8,90,000 രൂപയ്ക്ക് 2022 IMT ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ ഏറ്റവും ടോപ്പിന്റെ വെന്യൂ നിങ്ങൾക്ക് സൺറൂഫ് വരുന്നുണ്ട്. പെട്രോൾ വാഹനമാണ്. അപ്പോൾ 14,80 വന്നിട്ടുണ്ട് ഓൺ റോഡ്. ഓക്കെ. ലോൺ എത്ര കയറും? ഒരു ലോൺ ഏകദേശം ഫുൾ ലോൺ പ്രൊഫൈൽ ഉണ്ടെങ്കിൽ നമുക്ക് ഫുൾ ലോൺ ചാൻസ് ഉണ്ട്. അപ്പോൾ താല്പര്യം ഉണ്ട് എന്തായാലും വിളിച്ചോളൂ. അടുത്ത വണ്ടിയിലേക്ക് നമ്മൾ തൊട്ട് മുന്നേ വെന്യൂ കണ്ടു. അതേ സാധനം തന്നെയാണ് കീടെ സോണറ്റ് അല്ലേ? IMT തന്നെ അല്ലേ? ഓക്കെ. എങ്ങനെയാണ് ഡീറ്റെയിൽ? 2022 മോഡല്. ആകെ 27,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സെയിം ഓട്ടോ. ആ വണ്ടിയും അതേപോലെ തന്നെ ഓടിയിട്ടുള്ള സെയിം ഓട്ടോ അല്ലേ? ആ വണ്ടിയുടെ ഓപ്ഷൻ തന്നെ ടോപ്പിന്റെ അല്ല? അതെ. ടോപ്പല്ല, തൊട്ടിന്റെ GT ലൈനിന്റെ തൊട്ട് താഴെ X+ ആയിരിക്കും. HD X+ ആയിരിക്കും ഓപ്ഷൻ. സീറ്റ് വെന്റിലേഷൻ ഉണ്ടാവില്ല. ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും അല്ലേ? ഓക്കെ. നല്ല ടയേഴ്സുമാണ്, ഒന്നും പറയാനില്ല. ഓക്കെ. വാറണ്ടി ഇപ്പോൾ കഴിഞ്ഞു അല്ലേ? 1 മാസം കഴിഞ്ഞു. എത്ര ഇപ്പോൾ ചോദിക്കുന്നത്? നമുക്ക് ലാസ്റ്റ് ഒരു 8 കൊടുക്കാം. 8,50,000 അല്ലേ? മറ്റേ എത്ര ചോദിച്ചാൽ നമ്മൾ 8,90. ഇത് 8,50. ചെറിയ മാറ്റം റേറ്റ്, പക്ഷേ നമ്മളൊന്നുകൂടി കുറച്ചെന്ന് മാത്രമേ. സെയിം തന്നെയാണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ട് എന്തായാലും വിളിക്കാം. മാക്സിമം ലോണും കയറും അല്ലേ? ഫുൾ ലോൺ തന്നെ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്ത ഹോണ്ട വണ്ടി ഹോണ്ട സിറ്റി KL 46 രജിസ്ട്രേഷൻ വാഹനമാണ്. എങ്ങനെയാണ് ഹുസൈൻ? ഇത് 2016 വണ്ടി. സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ. 47,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വളരെ ലോ കിലോമീറ്റർ. 16 എന്ന് വെച്ചാൽ 9 വർഷം കൊണ്ട് 47,000 അല്ലേ? സർവീസ് ഹിസ്റ്ററി എല്ലാം പ്രോപ്പർ ആയിട്ട് കമ്പനി സർവീസ് ആണ്. ഇനി അൻപതിൽ സർവീസ് 3000 കിലോമീറ്റർ ഓടിയത്. ഓക്കെ. പെട്രോൾ മാനുവൽ പെട്രോൾ ഓപ്ഷൻ ഏതാ? വി ആണ്. അന്ന് VX ഉണ്ട് അല്ലേ? അന്ന് VX ഉണ്ട്. ഓക്കെ. അതിൻ്റെ തൊട്ട് താഴെ. ഓക്കെ. അപ്പോൾ നമുക്ക് എത്ര കൊടുക്കാം? ഇത് ലാസ്റ്റ് നമുക്ക് ഒരു 6 രൂപ കൊടുക്കാം. 16 വണ്ടി അല്ലേ?
6 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് വി ഓപ്ഷൻ ഹോണ്ട സിറ്റി ലോ കിലോമീറ്റർ വെറും 47,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓൺഷിപ്പ് ഉണ്ട്. ഒരു ക്ലെയിമും ഇല്ല അല്ലേ? ഒരു വില്ലേജ് ഓഫീസർ വണ്ടിയാണ്. അവർ അധികം ഓട്ടമൊന്നുമില്ല, നല്ല ക്ലീൻ ആയിട്ട് കൊണ്ടുവരുന്നത്. മെയിനായി പോയ വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ എന്താ ഒരു സെഡാൻ കാറ്റഗറി, നല്ല ഡ്രൈവിംഗ് സുഖം അല്ലേ, നല്ല യാത്രാ സുഖം എല്ലാം ഉള്ള ഒരു വണ്ടി വേണമെന്നുണ്ടെങ്കിൽ ധൈര്യത്തിൽ കൊണ്ടുപോകാൻ പറ്റും. ഓയിലും ഫിൽറ്റർ മാത്രം മാറിയാൽ മതി, വേറൊരു കംപ്ലൈൻറ്റ് വരില്ല. വെറുതെ വെക്കാണ്ടതാണ്, ഇടക്കൊന്ന് ഓടിയാൽ ഷോക്ക് തീരെ ഓടാണ്ട് വെച്ചാൽ ഷോക്ക് പണി കിട്ടും. അത് ഏത് വണ്ടിയാലും കിട്ടും അല്ലേ? ഓക്കെ, അപ്പോൾ ലോൺ എത്ര കാര്യം ഒരു 5.5 കിട്ടും. അടുത്ത വണ്ടിയിലേക്ക് നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനം. അവസാനത്തെ എന്ന് വെച്ചാൽ ഇന്നും വണ്ടികളുണ്ട് പറയും. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ അവസാനമായിട്ട് കാണിക്കുകയാണ്. ഡിസയറാണ്. ഡിസയർ ഓട്ടോമാറ്റിക്കാണ്. KL 45 ഇരിഞ്ഞാലക്കുട രജിസ്ട്രേഷനാണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ? 2022 വണ്ടി. ഓട്ടോമാറ്റിക്. ഓക്കെ, 68,000 കിലോമീറ്റർ ഓട്ടോ. 68,000 VXI അല്ലേ? VXI അല്ലേ? മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ്. ഓക്കെ, 68,000 പ്രോപ്പർ സർവീസ് ഉണ്ട്. അതെ. സിംഗിൾ ഓൺഷിപ്പ് തന്നെ, സെക്കൻഡായി. ഓക്കെ, ഡിസയർ MT ഗിയർ ബോക്സ് ആണ് വരിക. മൈലേജ് ഒരു 13-16 കിട്ടൂലേ? ആ റേഞ്ചിൻ്റെ മേലെ കിട്ടും അല്ലേ ഏകദേശം? ഓക്കെ, മാനുവൽ ആണെങ്കിൽ 18-19 ഒക്കെ കിട്ടുന്നത്. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നതിന്? നമുക്ക് ലാസ്റ്റ് ഒരു 6,40 കൊടുക്കാം. 6,40,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു ഓട്ടോമാറ്റിക് ഡിസയർ 2022 മോഡൽ ന്യൂ ഷേപ്പ് VXI കൊണ്ടുപോകാം. പുതിയ ഡിസയർ അല്ലേ, അത് 5 സ്റ്റാർ റേറ്റിംഗ് ഉണ്ട്. ഇതല്ല, ഇത് വേറെ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിത് കൊണ്ടുപോകാം. അപ്പോൾ തൽക്കാലം നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഇതിൽ മാക്സിമം ലോൺ കയറുമോ? മാക്സിമം കിട്ടും. ഓക്കെ, അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും വിളിക്കാം. കുറേ ഓട്ടോമാറ്റിക് വണ്ടിയും എല്ലാം ആയിട്ടുള്ളൊരു എപ്പിസോഡായിരുന്നു. ഇനിയും ചെറുവണ്ടികൾ വേറെ ഉണ്ടല്ലേ ഹുസൈൻക? വരാനൊക്കെ ഇല്ലേ? അപ്പോൾ നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽ തന്നെ കാറ്റലോഗ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടില്ല? ഓക്കെ, അതിൽ കിട്ടും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡീറ്റെയിൽ അയച്ചു തരുമ്പോൾ ഇതിൽ ചോദിച്ച വിലയായിരിക്കില്ല, കുറച്ച് കൂടിയിട്ടാണ് അതിൻ്റെ അകത്ത് ഉണ്ടാവുക. പക്ഷേങ്കിൽ വണ്ടിയുടെ ഡീറ്റെയിൽ മാത്രം നോക്കുക. വില കോൺടാക്ട് ചെയ്താൽ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞ വിലക്കാണ് അല്ലേ? ഓക്കെ, മറന്നു വേണ്ട. അപ്പോൾ കോൺടാക്ട് ഡീറ്റെയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. അതിനെ കുറിച്ച് മതി. വീഡിയോ ഇഷ്ടമാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. പേജ് ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടണം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഓണം. താങ്ക് യു. ബൈ.